അധികാരഗർഭിനെ എന്നും പുച്ഛിച്ചു തള്ളിയ ചരിത്രമാണ് MT വാസുദേവൻ നായരുടേത്. എഴുത്തിൽ സജീവമായ കാലത്തെല്ലാം രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടാതെ തന്ത്രപരമായി ഒഴിഞ്ഞുപോകുന്ന MT പക്ഷേ ഏറെ നാളായുള്ള മൗനം വെടിഞ്ഞു നടത്തിയ രാഷ്ട്രീയ വിമർശനം കോളിളക്കം സൃഷ്ടിച്ചതും ആ വാക്കിലെ മൂർച്ച ഒന്നുകൊണ്ട് തന്നെയായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയായിരുന്നു ആ വിമർശനം. സാമൂഹ്യ അനാചാരത്തെ അധികാരഗർവിനെ കാർക്കിച്ചു തുപ്പിയ ചരിത്രമാണ് MT വാസുദേവൻ നായരുടേത്. അത് ആ എഴുത്തിലൂടെ മലയാളം കണ്ടതുമാണ്. വിഗ്രഹത്തിൽ തുപ്പുന്ന വെളിച്ചപ്പാടിലൂടെ. എന്നാൽ വാർദ്ധക്യം ബാധിച്ചതോടെ പല വേദിയിലും മൗനിയായിരിക്കാനായിരുന്നു MT ഇഷ്ടപ്പെട്ടിരുന്നത്. മനസ്സിൽ ഇഷ്ടം തോന്നുന്നവരോട് മാത്രം സംസാരിച്ച് രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടാതെ അദ്ദേഹം പലതിൽ നിന്നും തന്ത്രപരമായി ഒഴിഞ്ഞുമാറി. സാമൂഹ്യ രാഷ്ട്രീയ കാര്യങ്ങളിൽ കൃത്യമായൊരു നിലപാടുള്ളപ്പോൾ തന്നെയായിരുന്നു ഇത്. എന്നാൽ നരേന്ദ്രമോദി നടത്തിയ നോട്ട് നിരോധനത്തെ എതിർത്ത് ശക്തമായ ഭാഷയിൽ MT നടത്തിയ പ്രതികരണം ഏറെ വിവാദങ്ങൾക്ക് വഴിവെച്ചു. അപ്പോൾ MTക്ക് പ്രതിരോധം തീർത്ത് ഇടത് അനുഭാവികളടക്കം പലരും നിന്നു. എന്നാൽ അപ്പോഴും തനിക്കെതിരെ ഉയർന്ന അഭിപ്രായങ്ങൾക്കും പ്രകോപനപരമായ ആരോപണങ്ങൾക്കും മുന്നിൽ മൗനം പാലിക്കുകയായിരുന്നു MT. പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു എന്ന ശൈലി. പിന്നീടൊരിക്കൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലിരുത്തി വിമർശിച്ചു. വിപ്ലവത്തിൽ പങ്കെടുത്ത ജനാവലി ആൾക്കൂട്ടമായി ഈ ആൾക്കൂട്ടങ്ങളെ എളുപ്പം ശോഭിപ്പിക്കാം, ആരാധകരാക്കാം, പടയാളികളുമാക്കാം. ആൾക്കൂട്ടം ഉത്തരവാദിത്വമുള്ള ഒരു സമൂഹമായി മാറുകയും സ്വയം കരുത്ത് നേടി സ്വാതന്ത്ര്യം ആർജിക്കുകയും വേണം. ഭരണാധികാരി എറിഞ്ഞുകൊടുക്കുന്ന ഔദാര്യത്തുണ്ടുകളല്ല സ്വാതന്ത്ര്യം. ആൾക്കൂട്ടം സമൂഹമായി മാറണമെന്നും എങ്കിലേ ഋഷിക്ക് നിലനിൽപ്പുള്ളൂ എന്നും റഹീനെ പോലെ മുൻപ് രണ്ടുപേർ ഋഷിയിൽ പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രിയെ വിമർശിക്കുകയായിരുന്നില്ല, ചില യാഥാർത്ഥ്യം പറയണമെന്ന് തോന്നി. പറഞ്ഞു, അത്ര തന്നെ. അത് ആർക്കെങ്കിലും ആത്മവിശ്വാസത്തിന് വഴിയൊരുക്കിയാൽ അത്രയും നല്ലത് എന്നാണ് MT തന്റെ പരാമർശത്തിൽ അന്ന് പ്രതികരിച്ചത്. അതെ, വാഴ്ത്തപ്പെട്ടവരോടൊപ്പമല്ല, ഒറ്റപ്പെട്ടവരോടൊപ്പമാണ് MT നിന്നിരുന്നത്. എന്നത്തെയും എന്ന പോലെ, രണ്ടാം ഊഴത്തിലെ രചനയിൽ എന്ന പോലെ തന്നെ. അത് പക്ഷേ ഉണ്ടാക്കിയ കോലാഹലവും വിവാദവും ഏറെയായിരുന്നു. പക്ഷേ രാഷ്ട്രീയത്തിന്റെ അളവുകോലുകൊണ്ട് MTയെ അളക്കാൻ ശ്രമിച്ചവരെല്ലാം പരാജയപ്പെട്ടിരുന്നു. അന്നും ഇന്നും എന്നും. അമൃത ന്യൂസ്, കോഴിക്കോട്.